2026 ജൂലൈ 19 സിറാജ് എഡിറ്റോറിയൽ. വഖഫ് ബോർഡ് സർക്കാർ നിലപാട് ദുരൂഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാർ നടപടി ദുരൂഹമാണ്. അമുസ്ലിം പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലമാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചത്. UDFന്റെ രാഷ്ട്രീയ നയത്തിന് ഘടക വിരുദ്ധമാണിത്. വഖഫ് ബോർഡിൽ ഇതര മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് വഖഫിന്റെ താൽപ്പര്യങ്ങൾക്ക് നിരക്കാത്തതും ഭരണഘടനാ വിരുദ്ധവും ആർട്ടിക്കിൾ 14 ലംഘനവുമാണെന്നാണ് UDF നിലപാട്. അമുസ്ലിം പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും. കേന്ദ്ര നിയമത്തിലെ ന്യൂനപക്ഷ വിരുദ്ധ നിർദ്ദേശങ്ങളെ ചെറുക്കാനും മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കാനും ബോർഡിലെ 2 ഒഴിവുകൾ മാറ്റിവെച്ച് മുൻ സർക്കാർ എടുത്ത തന്ത്രപരമായ രാഷ്ട്രീയ നിലപാടിനെയാണ് UDF സർക്കാർ കോടതിയിൽ അട്ടിമറിച്ചത്. വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ഇക്കാര്യത്തിൽ പരമോന്നത കോടതിയുടെ തീർപ്പിനു കാത്തുനിൽക്കുകയാണെന്നും വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് തള്ളിക്കളയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറലും സ്വീകരിച്ചത്. ഇതാണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം കോടതി മരവിപ്പിക്കാനിടയാക്കിയത്. ഇത് യാദൃശ്ചികമല്ല, ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. വഖഫ് ബോർഡ് വിഷയത്തിൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തുന്ന പ്രതിരോധത്തെ പിന്നിൽ നിന്ന് കുത്തുന്നതായിപ്പോയി സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. കേന്ദ്രത്തിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പാർലമെന്റിൽ നടത്തിയ ശക്തമായ മറുവാദങ്ങളും നയപ്രഖ്യാപനങ്ങളും ദേശീയ ശ്രദ്ധയാകർഷിച്ചതാണ്. അയോധ്യയിലെ രാമക്ഷേത്ര ഭരണസമിതിയിലോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ ഇவ்விധം ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകുമോ എന്ന വേണുഗോപാലിന്റെ ചോദ്യം പ്രശ്നത്തിന്റെ മർമ്മം സ്പർശിക്കുന്നതാണ്. ഓരോ മതവിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങളും ട്രസ്റ്റുകളും സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഭരിക്കാൻ അവകാശമുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിങ്ങളോട് മാത്രം വിവേചനം കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ഇതിലൂടെ അദ്ദേഹം എടുത്തുകാണിച്ചത്. കേന്ദ്ര നീക്കങ്ങളെ ചെറുക്കുന്നതിനു പകരം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെ കേന്ദ്ര സർക്കാർ അജണ്ടകൾ അതേപടി നടപ്പാക്കാൻ UDF സർക്കാർ കാണിക്കുന്ന ധൃതി ഭരണമുന്നണിയിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ലീഗ് അണികളിൽ ഇതിനെതിരെ ശക്തമായ അമർഷം ഉയർന്നു കഴിഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത്, EK വിഭാഗം സംസ്ഥ തുടങ്ങി മത സാമൂഹിക സാംസ്കാരിക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംഘ് പരിവാറിൻ്റെയും വർഗീയ വംശീയ അജണ്ടകളെയും ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളെയും ശക്തമായി നേരിടുമെന്നും ചെറുത്തു തോൽപ്പിക്കുമെന്നുമുള്ള വാഗ്ദാനങ്ങളുമായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF നേതൃത്വം വോട്ടർമാരെ സമീപിച്ചത്. കേന്ദ്രത്തിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കാവലാളാകുമെന്ന വിശ്വാസത്തിലാണ് കേരളത്തിലെ മതേതര വോട്ടർമാർ UDFനെ അധികാരത്തിലേറ്റിയതും. എന്നാൽ അധികാര കസേരയിൽ എത്തിയതിനു പിന്നാലെ കേന്ദ്രത്തിന്റെ വിവാദ നയങ്ങളെയും വർഗീയ അജണ്ടകളെയും ഒന്നൊന്നായി പിന്തുണയ്ക്കുകയും സംഘപരിവാർ ശക്തികൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്ന വഞ്ചനാപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊണ്ട നിലപാട് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയും മുസ്ലിം സമുദായത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനെന്ന പേരിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ലീഗിനാണ്. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് സദാ ആവർത്തിക്കുന്ന ലീഗ് ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുമ്പോഴാണ് ഇത്തരമൊരു നീക്കമുണ്ടായതെന്നത് വേദനാജനകമാണ്. വഖഫ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ലീഗ് മന്ത്രിയായിട്ടും കേന്ദ്ര അജണ്ടയ്ക്ക് സഹായകമായ രീതിയിൽ അഡ്വക്കേറ്റ് ജനറൽ
കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് മന്ത്രിയുടെ നിസ്സംഗത കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നതാണ് നിലവിൽ പ്രത്യാശ നൽകുന്ന ഏക ഘടകം. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിലെങ്കിലും സംസ്ഥാന സർക്കാർ ബോർഡിന്റെ മുസ്ലിം സ്വഭാവ സംരക്ഷണത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അവിടെയും ഇതേ ഇരട്ടത്താപ്പും ദുരൂഹമായ നിലപാടും തുടർന്നാൽ കേരളത്തിലെ മതേതര ജനവിഭാഗങ്ങൾക്കിടയിൽ വൻതോതിലുള്ള അന്യവൽക്കരണത്തിനും അവിശ്വാസത്തിനും അത് വഴിവെക്കും.